ഇവിടെ പല അലിഗേഷൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മുഖ്യമന്ത്രി ആരാവും കോൺഗ്രസ്സിൽ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി സാറുള്ളപ്പോൾ അദ്ദേഹത്തിനെ ഒരു പീഡന കേസിന് പ്രതിയാക്കി കൊണ്ടുവന്ന് ആ ഗവൺമെൻറ്റിനെ മറച്ചിട്ട്, അതായത് വീണ്ടും ആ ഗവൺമെൻറ് തുടരേണ്ടതാണ്, പക്ഷേ നീചമായ പ്രവർത്തനങ്ങളിൽ കൂടി ഇവർ പ്രസംഗിച്ചും പല മാനേജ്മെൻറ്റും കൂടിയും ബാർ മുതലാളിമാരുടെ സപ്പോർട്ടോടു കൂടി ആ ഗവൺമെൻറ്റിനെ വീണ്ടും തുടരാൻ തടസ്സപ്പെടുത്തി മോശക്കാരനാക്കി ഇറക്കി വിട്ടു ഈ ഉമ്മൻചാണ്ടി സാറിനെ. അതേ ഒരു പ്രവർത്തനമാണ് VD സതീശനെതിരെ ഇപ്പോൾ CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ 5 വർഷം പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം കോൺഗ്രസ്സിന് വളരെ ഉയർച്ചയുണ്ടായിരുന്നു. പല ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം വിജയിക്കുകയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ല വിജയം ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നെ ഇവർ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത ഗവൺമെൻറ് ഇനിയുള്ള ഈ നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും VD സതീശൻ 100 സീറ്റ് എന്ന് പറഞ്ഞിട്ട് അത് വിജയിക്കും എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. ആ ഭയപ്പാടിൽ എങ്ങനെയും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അതിൻ്റെ ഒരു ഭാഗമാണ് കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത്. അവിടെ തർക്കമാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ VD സതീശനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെന്നിത്തലയെയും അതുപോലെ ഇവർ പിന്നാലെ സ്ക്രൂ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട്. പല ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, വേദികളിൽ പറയിപ്പിക്കുക. ഇപ്പോൾ സുധാകരൻ ഒരു വൈരാഗ്യമുണ്ട്. കെ സുധാകരനെ ഒതുക്കിയത് VD സതീശനാണെന്നുള്ള ഒരു തോന്നലുണ്ട്. അത് ഒരു പരിധിവരെയും ശരിയാണ്. കാരണം ഈ കെ സുധാകരൻ്റെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് അദ്ദേഹത്തിനെ മാറ്റിയത്. കാരണം പല സ്റ്റേജുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെ പരസ്യമായി ആക്ഷേപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് നല്ലതല്ല, കോൺഗ്രസ് അല്ല, അത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റിയത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ ഒരു നന്മ ഉണ്ടാവുന്നുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് MLA-മാർ ഭൂരിപക്ഷം VD സതീശന് സപ്പോർട്ടാണ്. അദ്ദേഹം ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും MLA-മാർ ഭൂരിപക്ഷം VD സതീശൻ്റെ കൂടെയാണ്. എലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ഇവിടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം MLA-മാരും സപ്പോർട്ട് ചെയ്യുന്നത് VD സതീശനെയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് രമേശ് ചെന്നിത്തല അവസാനം കെ സുധാകരന് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളി കളിച്ചു. പക്ഷേ അവിടെ തോറ്റുപോയി. അദ്ദേഹം പറഞ്ഞതൊന്നും നടന്നില്ല. അപ്പോൾ അതിൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ ഒരു പവർ എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അലിഗേഷൻസ് ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ്സിന് ജനങ്ങളുടെ ഇടയിൽ ഒരു മൂല്യച്ഛതി ഉണ്ടാവും. അപ്പോൾ ആ മൂല്യം കുറയുമ്പോൾ വോട്ട് കിട്ടില്ല എന്നുള്ളൊരു ധാരണയിലാണ് അവസാനം ഇങ്ങനെയൊക്കെയുള്ള കുറേ കളികൾ കളിക്കുന്നത്. എങ്ങനെയെങ്കിലും മൂന്നാമത്തെ തവണ പിണറായി വിജയൻ കയറി കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ അധോഗതിയാണ് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇത് കോൺഗ്രസ്സിൽപ്പെട്ട ആളുകളും മനസ്സിലാക്കണം. ഈ സ്ഥാനത്തിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ ചുമരുണ്ടെങ്കിലല്ല ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ, ചുമരില്ലാതെയാവും. അതൊക്കെ ചെന്നിത്തലയാണെങ്കിലും മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നിത്തല ഇപ്പോൾ 5 വർഷം കിട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അതെന്തോന്ന് നമുക്കറിയില്ല. ഇനി കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഉണ്ടായോ എന്നൊന്നും അറിയില്ല. നിങ്ങൾക്കത് കഴിയില്ല. ഇപ്പോൾ ഇദ്ദേഹം ഇത് ഒരു പുതിയ യുഗം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു വിഷനിൽ കൂടി പല കാര്യങ്ങളും ജനങ്ങളെ ധരിപ്പിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ചെന്നിത്തലയ്ക്ക് തന്നെ അവിടെ ചിലപ്പോൾ ജയിച്ചില്ല എന്ന് വരും. അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള പല കളികളും അങ്ങനെയൊക്കെയാണ്. അത് മനസ്സിലാക്കാനുള്ള ഇത് വേണം. ഏതായാലും മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആവും. കാരണം അദ്ദേഹത്തിനാണ് ഇവിടുത്തെ ഇവരുടെ, അതായത് ഈ MLA-മാരുടെ ഭൂരിപക്ഷം വരുമ്പോൾ സപ്പോർട്ട് ശരിക്കും ഈ VD സതീശന് കിട്ടും. അതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാവും. പിന്നെ ഈ കാണുന്ന ഒരു വീഡിയോ ഇതിനകത്ത് ഇടാം. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കൂ. ആ വീഡിയോയിൽ RSSൻ്റെ ഒരു സ്ഥലത്ത് പോയിട്ട് VD സതീശൻ അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടി VD സതീശൻ പറയുന്നതെന്ന് കേൾക്കൂ. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന്.
പരമേശ്വരന്റെ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അതേ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തത് VS അച്യുതാനന്ദനാണ്. എന്നെ MP വീരേന്ദ്രകുമാർ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, ആ പരിപാടിക്ക് പോയത്. VS അച്യുതാനന്ദൻ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. പിണറായി എനിക്കത് പറഞ്ഞാൽ നന്നായി. ഇത് പറഞ്ഞപ്പോ ഒരു 12 കാര്യം പഴയത് എനിക്ക് പറയാൻ പറ്റി, ഓർമ്മിപ്പിക്കാൻ. എന്ത് നിലപാട് സ്വീകരിക്കുന്ന ആള് മുഖ്യമന്ത്രിയാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ തിരിച്ചടി കൊടുത്തപ്പോൾ പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി. ഡൽഹിയിൽ ചെന്ന് ഹിന്ദുവിൽ മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ കൊടുത്തത് ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. അന്നു മുതൽ വർഗീയത പ്രസംഗിക്കുന്നവർക്ക് പൊന്നാട അണിയിക്കാൻ പോയത് ആരാണ്? ഈ മുഖ്യമന്ത്രിയാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും മാറി മാറി പ്രോത്സാഹിപ്പിച്ച ആളാണ് പിണറായി വിജയൻ. പറയുന്നത് മാറ്റി പറയുന്ന ആളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്ത ആളല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നുണ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു ബന്ധമില്ലെന്ന്? ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പറഞ്ഞ ആളല്ലേ? അദ്ദേഹമാണ് പറയുന്ന വാക്ക് മാറ്റി പറയുന്നത്, നുണ പറയുന്നത്. എനിക്ക് ഒരു ബന്ധമില്ല എന്ന് നുണയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ബന്ധമുണ്ടെന്ന് തെളിയിക്കാമല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ടല്ലോ. അപ്പം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് ശബരിമലയെ പറഞ്ഞില്ലേ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ? എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പാർലമെന്റിൽ തോറ്റപ്പോ എല്ലാ വീടുകളിലും ഇറങ്ങി മാപ്പി ചോദിച്ചില്ലേ? CPM മാപ്പി ചോദിച്ചില്ലേ? ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM-കാർ ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി ഒരു നടപടിയെടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടായോ? കൊള്ളക്കാരെയും കവർച്ചക്കാരെയുമാണ് ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. എന്നിട്ടിപ്പോ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാണ്. രാഹുൽ ഗാന്ധിയെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ മകനൊരു സമൻസ് മാത്രമേ വന്നുള്ളൂ. പിന്നെ അത് എവിടെ പോയെന്ന് ആർക്കും ഒരു പിടിയില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ആരാണ് RSSുമായിട്ട്? എന്റെ വീട്ടിലേക്ക് BJP എല്ലാ മാസവും മാർച്ച് വയ്ക്കും. എന്റെ പറവൂരിലെ വീട്ടിലേക്ക്. എനിക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായി അവരാണ് എല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത്. ആരായിട്ട്? RSS. ഞങ്ങളെ തോൽപ്പിക്കാനാണ് BJP നടക്കുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് നടക്കുന്നത്. പാലക്കാട് ഡീലുണ്ട്, നിരവധി നിയോജക മണ്ഡലങ്ങളിൽ BJP CPM ഡീലുണ്ട്. മലമ്പുഴയും കോങ്ങാടുവാ? അതെന്തിനാ? കോങ്ങാടും ജയിക്കും ഞങ്ങൾ, മലമ്പുഴയും ജയിക്കും. അതൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പൊ കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. മനസ്സിലായില്ലേ? വീണെടുത്ത് കിടന്ന് ഉരുളുവാണ് ഇവർ ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞുതരാലോ. കേൾക്ക്. മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്ന പടത്തിന്റെ പുറകിലെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. എന്താണ്? കേൾക്ക്. സംവാദം. ഒരു സംവാദം സംഘടിപ്പിച്ചു. എന്താണ്? മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും. അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. പണ്ട് ഞാൻ CPM-ന്റെ വേദിയിൽ എല്ലാവരും പോവായിരുന്നു. പണ്ട് സംവാദത്തിനും സെമിനാറിനും എല്ലാവരും പോവും. അതിന്റെ പുറയിൽ അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞത്, ഞാൻ RSSനെ പുകഴ്ത്തിയതാണെങ്ങനെ ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ KV തോമസ് കോൺഗ്രസ് ആയിരിക്കുമ്പോ കണ്ണൂർ സമ്മേളനത്തിലേക്ക് KV തോമസ് മാഷെ ഇവര് വിളിച്ചില്ലേ? കോൺഗ്രസ് ആയിരിക്കുമ്പോ അവിടെ സമ്മേളനത്തിൽ പണ്ട് പോവും. ഇതിന്റെ പരിപാടിയിൽ CPM പണ്ട് വിളിക്കാറുണ്ട്. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല. പണ്ട് എല്ലാവരുടെയും വേദിയിൽ സെമിനാറും സംവാദങ്ങൾ നടക്കുമ്പോൾ പോവും. എന്താണ്? മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്ത എന്താ കുഴപ്പം? സംവാദമല്ലേ? അവിടെ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ ചെയ്തതുപോലെ RSSന്റെ പിന്തുണയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളല്ല. അവരൊപ്പം നിന്ന് മത്സരിച്ച ആളാണ് പിണറായി വിജയൻ. പിന്നെ ഈ മസ്കറ്റ് ഹോട്ടലില് അടച്ചിട്ട മുറിയിൽ 1-ാം നമ്പർ കാറ് മാറി വന്ന് ശ്രീ-എമ്മിന്റെ മധ്യസ്ഥതയിൽ RSSുമായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ തല കുനിച്ചിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിലായി? തല കുനിച്ചിരുന്നു, മറുപടി പറയാനില്ലാതെ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. അത് വോട്ടിംഗ് പാറ്റേൺ കണ്ടറിയാം. ഈ RV ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. RV ബാബു ഭയങ്കര കോൺഗ്രസ് വിരോധിയാണ്. കാരണം ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പറവൂര് വന്ന് താമസിക്കുകയാണ്. മനസ്സിലായി? അത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ ഞാൻ മനോരമ ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂ പോലീസ് ആവശ്യപ്പെട്ടിട്ട് മെറ്റ അതിൽ നിന്ന് നീക്കി, ഫേസ്ബുക്കിൽ നിന്ന് നീക്കി.
ആ ഇന്റർവ്യൂവിനെ പോലെ ഇവർ ഭയപ്പെടുവാണ്. എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തതിന് എത്ര രാഷ്ട്രീയ നേതാക്കൾ ഇന്റർവ്യൂ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസ് ആവശ്യപ്പെട്ടിട്ടാണ് മനോരമയിൽ ഞാൻ കൊടുത്ത ഇന്റർവ്യൂ മാറ്റിയത്. പോലീസിന് എന്ത് അവകാശം? പോലീസിന് എന്ത് അവകാശമാണുള്ളത്? എന്റെ ഇന്റർവ്യൂ നീക്കം ചെയ്യാൻ ഞാൻ എന്താണെന്നും പറഞ്ഞിട്ടില്ലല്ലോ. രാഷ്ട്രീയമല്ലേ പറഞ്ഞത്? രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ്. അപ്പൊ ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. ഭയം. എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ്. ഹിറ്റ്ലറിനും ഭയമായിരുന്നു, സ്റ്റാലിനും ഭയമായിരുന്നു, പിണറായി വിജയനും ഭയമാണ്. ഒരു ഇന്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ആ ഇന്റർവ്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്വന്തം പോലീസിനെ കൊണ്ട് മെറ്റയ്ക്ക് ശുപാർശ ചെയ്യിപ്പിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിപ്പോ വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. കേരളത്തിലെ പോലീസ് ഇത് റിമൂവ് ചെയ്യണമെന്ന് മെറ്റയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? എന്താ കമന്റിൽ എന്താ കുഴപ്പം? അല്ലല്ല, ശുപാർശ ചെയ്തത് കേരള പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുമല്ല, കേരള പോലീസ് ശുപാർശ ചെയ്ത്. ഇത് കണ്ടില്ലേ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിലനിൽപ്പിന് വേണ്ടി രഹസ്യമായിട്ട് BJP-യുമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഒരു രഹസ്യമായ ഒരു അജണ്ട പഴയ പ്രധാനമന്ത്രി ദേവഗൌഡ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്ന പോസ്റ്റർ. ഇതിൻ്റെ വാർത്ത പിന്നെ ഉണ്ട്.